ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. ഇന്നലെ രാത്രിയിലാണ് കാട്ടാന ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി കോളനിയിലെത്തിയ ഈ ചക്കക്കൊമ്പൻ മുൻസിപ്പൽ കോളനിയിലായിരുന്നു ഇന്നലെ രാത്രി ചക്കക്കൊമ്പൻ ഉണ്ടായിരുന്നത്. പുലർച്ചെ ഒരു 3 മണിയോടെയാണ് ഈ സോമി സദാസിന്റെ വീട് തകർത്തത്. വീട്ടിൽ ആളില്ലാത്തിരുന്നാൽ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിലും തന്നെ ഈ ചക്കക്കൊമ്പനെ നിരീക്ഷണം വനവകുപ്പ് വാച്ചർമാരെ നൽകിയിരുന്നു. കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയായിരുന്നു ഈ വാച്ചർമാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒറ്റക്കം മുറിവാലിനും ചക്കക്കൊമ്പനും എല്ലാം ഈ മേഖലയിൽ ഉണ്ടായി വലിയ അടിപിടിയിൽ കലാശിച്ച് മുറിവാലൻ മരണത്തിനോട് കീഴടങ്ങുകയായിരുന്നു. ഏതായാലും അതിനുശേഷവും വീണ്ടും ഈ ചക്കക്കൊമ്പൻ കൊമ്പന്മാരുടെ കൂടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ആച്ചർമാർ കൃത്യമായി പടക്കം പൊട്ടിച്ചും ഈ ചക്കക്കൊമ്പനെ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ഇന്നലെ രാത്രി 301 കോളനിയിൽ ഈ ചക്കക്കൊമ്പൻ എത്തിയതും പുലർച്ചെ 3 മണിയോടെ ഈ വീട് തകർത്തതും എല്ലാം തന്നെ. ഇനി ഈ ചക്കക്കൊമ്പന്റെ ഒരു സ്ഥിരം കാഴ്ച, അത് അരിക്കൊമ്പന്റെ അതേ പാത തുടർന്ന് വീടുകളിടിച്ചും അരികൾ ഭക്ഷിച്ചുമുള്ള അതേ പാത പിന്തുടരുന്നതിനാണ് മറ്റുള്ള ആളുകൾ പറയുന്നത്. ആളുകൾ വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. കൂടാതെ വീണ്ടും 5ഓളം കൊമ്പന്മാരാണ് ഈ ചക്കക്കൊമ്പന്റെ കൂടെയുള്ളതെന്ന് വേണം പറയാൻ, കുട്ടിക്കൊമ്പന്മാർ. ഏതായാലും എല്ലാം തന്നെ ആളുകളിൽ വലിയൊരു നിരാശയും ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാരണം ആനകളെ സദാസമയം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം, വൈകുന്നേരങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെയുണ്ട്. ഏതായാലും ഈ 2 കൊമ്പന്മാർ, അരിക്കൊമ്പൻ അതോടൊപ്പം തന്നെ മുറിവാലൻ കൊമ്പൻ എല്ലാം തന്നെ അരിക്കൊമ്പനെ ഒരു വർഷം മുമ്പ് നാടുകടത്തി മുറിവാലൻ സമീപത്തായി മരണമടഞ്ഞു. ഏതായാലും ഈ ആശങ്ക ആളുകൾക്ക് തെല്ലും ഒഴിയുന്നില്ലെന്ന് വേണം പറയാൻ. കാരണം ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒറ്റക്കൊമ്പന്മാർ തന്നെ പല മേഖലയിലെത്തും, വീടുകൾ ആക്രമിക്കുന്നു, ആളുകൾക്ക് നേരെ ആക്രമണം നടത്താൻ മുതിരുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ വീട്ടിൽ പുലർച്ചെ ആളില്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. ശരി ബിനീഷ്, എന്തായാലും ഇടുക്കിയിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണം, ചക്കക്കൊമ്പൻ വീട് തകർത്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.